അപ്പോൾ ഇതാണ് അൾട്രാവയലറ്റിൻ്റെ ഏറ്റവും പുതിയ ക്രോസ് ഓവർ X47 എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. അവർ ആ ഒരു F7 പ്ലാറ്റ്ഫോം പോലെ ഇരിക്കും, പക്ഷേ കുറച്ച് ലോങ്ങർ സീറ്റ്സ് കാണാൻ പറ്റും. ഈ ഒരു സബ് ഫ്രെയിമിലെ ഷാസി കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇതിൽ ഇൻബിൽ ചാർജറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെയാണ് നമ്മുടെ ഇൻബിൽ ചാർജർ, ഒരു വയറിൻ്റെ പീസ് മാത്രം മതി. അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും ഉണ്ട്. ദെൻ ഏറ്റവും അടുത്തൊരു അടിപൊളി കാര്യം എന്ന് വെച്ചാൽ ഇതിന് ക്യാമറ ഉണ്ട്. ഈ ഒരു മോഡലിന് വെച്ചിട്ടില്ല, ആയിരിക്കുന്ന മോഡൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും റഡാർ സിസ്റ്റം ഉണ്ട്. ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ ചെറിയൊരു ബീക്ക് കൊടുത്തിട്ടുണ്ട്. അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ആണ്, ലോങ്ങർ ട്രാവൽ സസ്പെൻഷനും. ഡുവൽ പർപ്പസ് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്സ്, 9 ലെവൽസ് ഉണ്ട്. ഇവിടെ റിയറിലും ക്യാമറയും, ഇവിടെ റഡാർ സിസ്റ്റവും ഉണ്ട്. റഡാർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇതൊരു എക്സ്ട്രാ ഒരു പാനിയേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരു റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തേക്കണേ. ബാറ്ററി ഇതിൽ റേഞ്ച് തന്നെ 323 കിലോമീറ്റർ IDC റേഞ്ചാണ്. എക്സ്ട്രാ നമുക്ക് ക്രാഷ് ഗാർഡും ഒരു ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റഡാർ മിറേഴ്സ് ആട്ടോ. ഇതൊക്കെ കണ്ട മിറേഴ്സിൽ നമുക്ക് റഡാറും കാര്യങ്ങളും സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. സെയിം ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ അതിലെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോഗ് ലാംപ്സിൻ്റെ ആ ഒരു, എനിക്ക് തോന്നുന്നു മാഡ് ഡോഗിൻ്റെ ഫോഗ് ലാമ്പാണ് ഇതിൽ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വേറെ ഒരു വണ്ടിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ വണ്ടി കേട്ടോ. കണ്ടോ, ഇതാണ് ആ സെക്കൻഡ്. നമുക്ക് റിയറിൽ ക്യാമറ ഓപ്ഷനിലാണ്, പക്ഷേ റഡാർ സിസ്റ്റം എല്ലാത്തിനും സ്റ്റാൻഡേർഡായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഓണാക്കി ഇത് നമുക്ക് ക്യാമറ വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ഫുൾ ടൈം റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ കണ്ടോ, ലോങ്ങർ ട്രാവൽ സസ്പെൻഷനും ഗിയർ റേഷ്യോസൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു F7-നെക്കാട്ടും കൂടുതൽ ലോങ്ങർ ട്രാവൽ സസ്പെൻഷനും ഗിയർ റേഷ്യോസും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ ഒരു ഫ്രണ്ടിൽ ക്യാമറ വെച്ചേക്കുന്നുണ്ടോ. ഈ ഒരു ക്യാമറയും ഇതിൽ റഡാർ സിസ്റ്റവും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് ഓൾമോസ്റ്റ് ഒരു 2,49,000 ആണ് ഫസ്റ്റ് 1000 കസ്റ്റമേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസ് തന്നെ 2,74,000 റുപ്പീസാണ്. ഓൾമോസ്റ്റ് അവരുടെ ഡെലിവറി ഈ ഒക്ടോബറിൽ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിമേ കയറി ഇരിക്കാൻ കണ്ടോ, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഫുഡ് പെക്സ് കുറച്ച് ഹൈ ആയിട്ടായിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസും വ്യത്യാസമുണ്ട്. ലോങ്ങർ ട്രാവൽ സസ്പെൻഷനും ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ടാങ്കിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ, കുറച്ചും കൂടെ ഷാർപ്പർ ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കയറി ഇരിക്കാനായാലും, നല്ല ഭംഗിയുണ്ട്. എനിക്ക് വണ്ടി വളരെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ വെയിറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ റൈഡ് റിവ്യൂസിൽ വരും. അപ്പോൾ ഇതിന് വാറണ്ടി 8 lakh കിലോമീറ്റേഴ്സാണ് കമ്പനി വാറണ്ടി പറഞ്ഞേക്കണേ. അതും എല്ലാ വണ്ടിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് റഡാർ സിസ്റ്റം എന്തായാലും അവർ കൊടുക്കും. ബാക്കി ക്യാമറയും കാര്യങ്ങളൊക്കെ ഓപ്ഷനിലായിരിക്കും. അൾട്രാവയലറ്റ് AI ഹൈപ്പർ സെൻസ് എന്നാണ് അവരുടെ റഡാർ സിസ്റ്റത്തിൻ്റെ പേര് പറഞ്ഞേക്കണേ. അത് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ചാർജിങ് ഉണ്ട്, പോർട്ടബിൾ ചാർജർ ഈ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കൊടുക്കണേ. അപ്പോൾ ആ ജസ്റ്റ് ഒരു വയർ കയ്യിൽ പിടിച്ചാൽ മതി. ഏത് റൈഡ് പോകുമ്പോഴും എത്ര ലോങ് പോകുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതേ സ്വിച്ച് ഗിയേഴ്സ്, നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ സ്ക്രീനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. F7 കണ്ടേക്കുന്ന പോലെ സ്വിച്ച് ഗിയേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ കണ്ടോ റഡാർ മിറേഴ്സാണ്. ഇത് ഈ മിറേഴ്സിൽ നമുക്ക് റഡാർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ സൈഡ് ആ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ നമ്മളെ അലേർട്ട് ചെയ്യും. റിയറിൽ വണ്ടികൾ വരുവാണെങ്കിൽ അലേർട്ട് ചെയ്യും. എല്ലാത്തിനെയും അലേർട്ട് സിസ്റ്റവും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റൈഡ് വീഡിയോ നമ്മുടെ ഉടനെ വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഈ വണ്ടിയുടെ വിത്ത് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഫ്രം അൾട്രാവയലറ്റ്. ഷോക്കേവിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.